ഗിന്നസ് ബുക്കിലിടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2026 മാർച്ച് 3 ചൊവ്വാഴ്ച. അടുപ്പുവെട്ട് രാവിലെ 9:45. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:15. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് ഇറങ്ങുകയാണ് മുന്നണികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ കൂടി പഠിച്ചാണ് ഓരോ മുന്നണിയുടെയും നീക്കങ്ങൾ മുന്നേറുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിലെ കുറവുകൾ നികത്താനായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരമ്പരാഗത ഹിന്ദു വോട്ടിൽ കുറവുണ്ടാകുകയും അത് ഐക്യമുന്നണിയിലേക്കും NDAയിലേക്കും നീങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചാഞ്ചാട്ടം BJPയെ മെച്ചമായ പ്രകടനത്തിന് സഹായിക്കുകയും ചെയ്തു. കൂടാതെ ഇടക്കാലത്ത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഒരു ഭാഗം ഇടതുമുന്നണി സ്വന്തമാക്കിയെങ്കിലും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് UDFിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഉമ്മൻചാണ്ടി യുഗത്തിന് ശേഷം UDFും സഭയുമായുള്ള ആശയവിനിമയത്തിന് പോരായ്മ വന്നതായി കോൺഗ്രസ് വിലയിരുത്തിയിരുന്നു. ആ കുറവ് നികത്താനായാണ് KPCC അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിലേക്ക് തീരുമാനമെത്തിയത്. കൂടാതെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയിരുന്നു. സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയാൻ കാത്തോലിക്ക ബാവയുമായാണ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയത്. സ്വന്തം വാഹനം ഒഴിവാക്കി ഒറ്റയ്ക്കാണ് ചെന്നിത്തല സഭാ ആസ്ഥാനത്ത് എത്തിയത്. വിവിധ വിഷയങ്ങളിലുള്ള സഭയുടെ ആശങ്കകൾ സംസാരിക്കുകയും സഭയുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്നും ചെന്നിത്തല ഇതിലൂടെ വ്യക്തമാക്കിയിരുന്നു. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ നിരന്തരം ആശയവിനിമയം ഉണ്ടാകണമെന്ന് ഇതിനോടകം പാർട്ടി നേതാക്കളോട് നിർദ്ദേശമുണ്ട്. കൂടാതെ BJP ഏറെ കാലമായി നടത്തിവന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ചില ജില്ലകളിൽ ഒഴികെ കാര്യമായ ഫലം കണ്ടിട്ടില്ല. ഇതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടത്. കൂടാതെ പ്രധാനമന്ത്രി മാർച്ച് 1 കേരളത്തിൽ വരുമ്പോൾ സഭാ നേതാക്കളെ കാണുകയും ചെയ്യും. നിലവിൽ കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ, പൂനാറിൽ PC ജോർജ്, പാലയിൽ ഷോൺ ജോർജ് എന്നിവർ മത്സരിച്ചാൽ അത് ചലനമുണ്ടാക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതേസമയം LDFന് ക്രിസ്ത്യൻ മേഖലയിൽ അടിത്തറ നൽകിയത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വരവാണ്. ഇത് കോട്ടയം, പത്തനംതിട്ട ജില്ലയിൽ ഇടതുമുന്നണിക്ക് ശക്തി പകർന്നിരുന്നു. കൂടാതെ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ്. അതേപോലെ നിരവധി വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ താല്പര്യം പിണറായി സർക്കാർ പരിഗണിച്ചെന്ന് ഇടതുമുന്നണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രകടമായ വോട്ട് മാറ്റങ്ങൾ എല്ലാ മുന്നണികളെയും ആത്മപരിശോധനയ്ക്കും പുതിയ കൂട്ടുകെട്ടുകൾക്കും പ്രേരിപ്പിക്കുകയാണ്. കൂടാതെ സഭകളുമായി സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുകയും സമൂഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസം വീണ്ടെടുക്കാനാണ് ഓരോ പക്ഷവും ശ്രമിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.